പിന്നീട് ചില BJP നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും അവർക്ക് ക്രൈസ്തവരുടെയും റോമൻ കാത്തലിക്സിൻ്റെയും അവരുടെ വോട്ട് വേണ്ട. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഈ പറയുന്ന റോമൻ കാത്തലിക്സും ക്രൈസ്തവരും ഈ BJP നേതാക്കളോട് പറഞ്ഞു ഞങ്ങൾ വന്ന് വോട്ട് ചെയ്യാമെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾ വോട്ട് ചെയ്യുക? ഇൻഡിവിജ്വൽസ് പറഞ്ഞു കാണും. മനസ്സിലാക്കുക, പലയിടത്തും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ചില വാർഡുകളിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ 600-700 വോട്ടുള്ള വാർഡിനകത്ത് വെറും 150 പേരെ ഉള്ള അവിടെ ഹിന്ദുക്കൾ, ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് പല വാർഡുകളും. അവിടെ BJP കാൻഡിഡേറ്റ്, ഹിന്ദു കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നത് അയാൾ BJP ആയതുകൊണ്ടല്ല, അയാളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇതായിട്ട് കാരണം ആലുവയിൽ ഒരു വാർഡ് എനിക്കറിയാം. അവിടെ ഏറ്റവും കൂടുതലുള്ള കന്യാസ്ത്രീകൾ അച്ഛന്മാരുള്ളൊരു വാർഡാണ്. അവിടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റും ഒരു സ്വതന്ത്രനായിട്ട് കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടാതെ സ്വതന്ത്രനായിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റും മനസ്സിലായി. അവിടെ മുസ്ലിം വോട്ട് 10, 25, 30 വോട്ടേ ഉള്ളൂ. പക്ഷേ സ്വതന്ത്രനായിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ റിബലായിട്ടുള്ള കാൻഡിഡേറ്റാണ് ജയിച്ചത്. കാരണം ജനങ്ങളുമായിട്ടുള്ള അവിടെ അച്ഛന്മാരുമായിട്ടുള്ള ബന്ധം. ഇതാണ് കേരളത്തിലും പലയിടത്തും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പാർട്ടി ഫോൾഡായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഉത്തരവുണ്ടാകും. എന്താ സാബു ജേക്കബിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് 2026 ഇലക്ഷൻ. അയാൾ കുന്നത്താണ് തോൽക്കുമെന്ന് അയാൾക്കറിയാം. അയാൾ മൃഗീയമായിട്ട് തോറ്റുപോകും, മൃഗീയമായിട്ട്. അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിലങ്ങ് എടുത്തു, നേരത്തെ അങ്ങ് പറഞ്ഞു വെച്ചു. അതായത് 25,000 വോട്ട് ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് കൈമാറും. അയാളുടെ എല്ലാ സീറ്റുകളിലും, ഒരു സീറ്റല്ല എല്ലാ സീറ്റുകളിലും, സാബു ജേക്കബ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും ഭൂരിഭാഗം സീറ്റുകളിലും BJP NDA മുന്നണി 3ാം സ്ഥാനത്ത് പോകും. ചിലയിടത്തൊക്കെ കഷ്ടിച്ച് കെട്ടിവെക്കാനുള്ള പണം അത് നഷ്ടപ്പെടുത്തില്ല, ആ രീതിയിലായി പോകും. അതായത് സാബു ജേക്കബ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. സാബു ജേക്കബിൻ്റെ ഒരു പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു പാർട്ടിയാണ്. ആ കുന്നത്ത് നാടെന്ന് പറയുന്ന അവിടെ ഏറ്റവും കൂടുതൽ സാബുവിന് വോട്ട് ചെയ്യുന്നവരാരാണ്? അവിടെയുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. ഈ ക്രൈസ്തവർക്ക് ഇഷ്ടപ്പെട്ടോ സാബു ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ ഈ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു, അവരുമായിട്ട് പോയി അലയൻസ് ഉണ്ടാക്കി അൺടൈംലി? സാബുവിൻ്റെ പൊളിറ്റിക്കൽ ദുരന്തമാണ് 2026 ഇലക്ഷൻ. ഞാൻ എഴുതി വെച്ച് തരാം. സാബു ഇൻഡിവിജ്വലി രക്ഷപ്പെടും, ബിസിനസ്സിൽ രക്ഷപ്പെടും. പക്ഷേ അയാൾക്ക് രാഷ്ട്രീയം ഇനി ഫർദർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇട്ടിരിക്കുന്ന കാൻഡിഡേറ്റ് പല ഗിമിക്സ് അല്ലയോ, സിനിമാ നടികൾ, ഇൻഫ്ലുവൻസേഴ്സ്. തൃപ്പൂണിത്തുറയൊക്കെ ഒരു BJP ഹിന്ദു ഫേസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം.